കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂസ് മലയാളം തുടക്കമിട്ട അടങ്ങാത്ത കരികലി എന്ന പരമ്പര ഇന്ന് സമാപിക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസത്തിനിടെ 3 പേരാണ് സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത്. 3 പേരും ആ കുടുംബത്തിന്റെ അത്താണികളാണ് എന്നതും വേദനിപ്പിക്കുന്നതാണ്. വന്യജീവി ആക്രമണം സംബന്ധിച്ച മലയോര മേഖലയിലെ ജനങ്ങളുടെയും കർഷകരുടെയും ചോദ്യത്തിന് ന്യൂസ് മലയാളത്തിലൂടെ വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ മറുപടി പറയും. ചർച്ചയിലേക്ക് പോകുന്നതിന് മുൻപ് കേരളത്തിലെ വന്യജീവി ആക്രമണങ്ങളുടെ കണക്കുകൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ടിലേക്ക് ആദ്യം. സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 809 പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഇതിൽ 514 പേരും പാമ്പ് കടിയേറ്റാണ് മരിച്ചത്. കാട്ടാൻ ആക്രമണത്തിൽ 171 പേർക്കും ജീവൻ നഷ്ടമായി. കണ്ണൂർ, വയനാട്, പാലക്കാട്, തൃശൂർ, ഇടുക്കി, കൊല്ലം ജില്ലകളിൽ ന്യൂസ് മലയാളം ടീം നടത്തിയ അന്വേഷണ പരമ്പര പുറത്തു കൊണ്ടുവന്നത് കാടിറങ്ങുന്ന ഭീതിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ആനയായിട്ട് ശല്യമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുത്തശ്ശീനെ പിടിച്ചു കൊന്നത് ആന തന്നെയാ. ഈ സമയം പോലും ആയിട്ടില്ലായിരുന്നു അന്നും. അപ്പൊ അമ്മ അവിടെ ആണിനെ തിരിക്കൊണ്ടിരിക്കുമായിരുന്നു. മേളിൽ നിന്ന് ആന ഇറങ്ങി വന്നു, അമ്മനെ അടിച്ചു. അങ്ങനെ പെട്ടെന്ന് ഇവർ പറഞ്ഞ് ആ പെട്ടെന്ന് അവിടെ പോയി അവിടുന്ന് ഏറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു. റോട്ടിക്ക് എത്തില്ല പോയേക്ക്. നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട മണിയാണ് ഒടുവിലത്തെ ഇര. ജോലിക്ക് പോകുമ്പോൾ പണി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള മടക്കത്തിനിടയിൽ തൊഴിൽ സ്ഥലത്ത് വാഹനമോടിച്ച് യാത്ര ചെയ്യുമ്പോൾ, നടന്നു പോകുമ്പോൾ, പ്രഭാത സവാരിക്കിടയിൽ, കിടന്നുറങ്ങുമ്പോൾ, അങ്ങനെ മലയോര മേഖലയിലെ മനുഷ്യന്റെ ജീവിതയാത്രക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു കാട്ടാനയോ കാട്ടുപന്നിയോ കാട്ടുപോത്തോ കടന്നലോ മരണവുമായി എത്താം. ഏപ്രിൽ മുതൽ 2024 ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 809 പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. ഇതിൽ ഏറെയും ജീവൻ പൊലിഞ്ഞത് പാമ്പ് കടിയേറ്റ് 514 പേർ. കാട്ടാനയുടെ ആക്രമണത്തിൽ 171 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കാട്ടുപന്നി കാരണം 50 പേർക്കും, കടന്നൽ അല്ലെങ്കിൽ തേനീച്ചയുടെ കുത്തേറ്റ 42 പേർക്കും മരണം സംഭവിച്ചു. കടുവയുടെ ആക്രമണത്തിൽ 8 മനുഷ്യജീവനാണ് ഇല്ലാതായത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 9 പേർക്കും ജീവൻ നഷ്ടമായി. മരണം മാത്രമല്ല, മനുഷ്യന്റെ ജീവിതം തകർക്കുന്ന നഷ്ടങ്ങൾ പിന്നെയുമുണ്ട്. 2016 മുതൽ 24 വരെ 7646 പേർക്കാണ് വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റത്. 3968 പശുക്കൾ ചത്തു. 54,266 കർഷകർക്ക് കൃഷി നശിച്ചു. പലരുടെയും ഉപജീവന മാർഗമാണ് ഇല്ലാതായത്. വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കാൻ വനം വകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് പരാതികൾ ഏറെയുണ്ട്. ഞങ്ങൾ DFOയോട് കരഞ്ഞു കാണാൻ അപേക്ഷിച്ചാണ് ഒരു 10 ദിവസത്തെങ്കിലും നിങ്ങളുടെ ഫോഴ്സിനൊന്ന് നന്നായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആന ഇറങ്ങാതെ നമുക്ക് കഴിച്ചു കൂട്ടാൻ പറ്റും. വെറും നിസാര 10 ദിവസം. ഇതിപ്പോൾ ഈ അവസ്ഥയിലാണെങ്കിൽ ഞാൻ പച്ച നെല്ല് നാളെ കൊയ്യാൻ പോകും, ഇല്ലെങ്കിൽ അതും കൂടി കിട്ടാത്ത ഒരവസ്ഥയാണ് ഇതുള്ളത്. നഷ്ടപ്പെട്ടവനക്ക് അതിൻ്റെ ആ വേദനയുള്ളൂ, കാണുന്നവനക്ക് വേദന അറിയില്ല. അതാണ് അവസ്ഥ. അപ്പോൾ എന്ന് പറയുക, എന്തായാലും ഈ ഒരു നയം തെറ്റായ ഒരു നയമാണ്. കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ വളർത്തുക, അത് മറ്റുള്ളവരുടെ മേലേക്ക് വരാനുള്ള ഒരു പ്രവണതയല്ല ഉണ്ടാവുന്നത്. അത് വലിയൊരു വിഷയമാണ്. പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി മാത്രം ചെയ്യണം, അല്ല ഞങ്ങൾ ധനികരാകാൻ വേണ്ടിയിട്ടൊന്നുമില്ല, കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പണി ചെയ്യണത്. ഇതിൻ്റെ കഴിഞ്ഞ ദിവസം, അതായത് ഇതിൻ്റെ മുന്നിലെ ദിവസം എൻ്റെ പാടത്താണ് ഇറങ്ങിയത്, അത് ആ ഭാഗത്താണ്. ഇന്നിപ്പോൾ ഇതിലിറങ്ങി പറഞ്ഞ് ഇത് നാളെ ഇന്ന് വൈകുന്നേരം അപ്പുറത്തായിരിക്കും ആന. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇരുട്ടാവും തോറും കർഷകന് നെഞ്ചിടിപ്പോട് കൂടിയാണ് ഇരിക്കുന്നത്.
വേണ്ടത് ശാശ്വത പരിഹാരമാണ്. വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഭീഷണിയുള്ള സ്ഥലങ്ങളിലെല്ലാം വൈദ്യുത വേലികൾ വേണം. കൂടുതൽ RRTകളും ജീവനക്കാരും ആവശ്യമാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പല പദ്ധതികളുടെയും വേഗം കുറയ്ക്കുന്നുണ്ടെങ്കിലും വന്യജീവി ആക്രമണങ്ങളെ തടയാനുള്ള പദ്ധതികളെ ബാധിക്കരുത് എന്നാണ് കർഷകർ പറയുന്നത്. കാരണം അതിന് ജീവന്റെ വിലയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്. ഇപ്പോൾ വനം വകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രൻ തത്സമയം ചേരുകയാണ്. മിനിസ്റ്റർ, കഴിഞ്ഞ ദിവസം താങ്കളുടെ തന്നെ പ്രതികരണം കാണുകയായിരുന്നു. വന്യജീവി ആക്രമണങ്ങളിലുള്ള മരണങ്ങൾ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് വനം വകുപ്പിന്റെ ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്ന് താങ്കൾ പറയുകയുണ്ടായി. പക്ഷേ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും മലയോര ജനത ഭീതിയിൽ തന്നെയാണ്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ മലയോര മേഖലകളിൽ വന്യജീവികൾ നാട്ടിലിറങ്ങി വന്ന് മനുഷ്യൻ്റെ ജീവനും കൃഷിയും നശിപ്പിക്കുന്ന ഒരു പ്രവണത ശക്തിപ്പെട്ടു വരുന്നു എന്നൊരു പ്രതീതിയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെല്ലായിടത്തുമുള്ളത്. കർഷകർ ദുരിതമനുഭവിക്കുന്നു എന്നുള്ളതും ആളുകൾ മരിച്ചു വീഴുന്നു എന്നുള്ളതും നമുക്ക് നിസ്സാരമായി കണക്കുകളുടെ കസർത്തിൽ മാറ്റി തീർക്കാവുന്ന ഒന്നല്ല. പൂർണ്ണമായും അത് പരിഹരിക്കേണ്ടതാണ്. അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ മുൻപിൽ നിൽക്കുന്നത് സർക്കാർ തന്നെയാണ് എന്ന ബോധ്യവും ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യം വെച്ചുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി കുറേയേറെ പ്രശ്നങ്ങൾ, പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ന്യൂസ് മലയാളം ഇപ്പോൾ ഇവിടെ വിശദീകരിച്ച കണക്കനുസരിച്ച് തന്നെ 2016 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ അത് കുറഞ്ഞു വരികയാണ് എന്ന വസ്തുത നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. എന്നാൽ നമ്മൾ സ്വീകരിക്കുന്ന നടപടികൾ പൂർണ്ണമായും അതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രശ്നമല്ല എന്നത് കർഷക സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്ന പരാതികൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗൗരവത്തിൽ തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. അതിനനുസരിച്ചുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങളും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ഇതിനെന്താണ് വേണ്ടത്? 2 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ, മറ്റൊന്ന് ഒരു കർഷക സുഹൃത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ അവിടെ വന്യജീവികൾ നാട്ടിലിറങ്ങാതിരിക്കാനുള്ള മുൻകരുതലുകൾ, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഇങ്ങനെ ദ്വിമുഖ പദ്ധതികളിലൂടെ ഈ സംഘർഷവും അതുമൂലമുണ്ടാകുന്ന നാശനഷ്ടവും ജീവൻ നഷ്ടവും കുറച്ചു കൊണ്ടുവരാനും ഇല്ലാതാക്കാനുമുള്ളൊരു ശ്രമത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വന്യജീവി ആക്രമണം തടയുന്നതിനോ അവർക്ക് പരിഹാരം കാണുന്നതിനോ പര്യാപ്തമാം വിധത്തിലുള്ള സാമ്പത്തിക ശേഷി വന വകുപ്പിന് ഇല്ല എന്നൊരു വസ്തുത താങ്കളിവിടെ ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ച് ഒരു സമവായ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാട്. കർഷകരോടും വന്യജീവി വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അതിൻ്റെ നിയമപരമായ ഉത്തരവാദിത്വവും ഒരേ സമയം നിർവഹിച്ചു പോരുക എന്ന ദ്വിമുഖ മാർഗത്തിലൂടെ പോകുമ്പോൾ അത് കുറേ ക്ലേശകരമാണ് എന്ന് മനസ്സിലാക്കണം. എന്നാലും ആ ക്ലേശകരമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ചില പ്രത്യേക പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കേരളത്തിലെ വന്യജീവി ആക്രമണം രൂക്ഷമായ മേഖലകളെ 12 ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിക്കൊണ്ട് ആ 12 ഹോട്ട്സ്പോട്ടുകളിലും വിവിധ തരം പരിപാടികൾ ആവിഷ്കരിക്കുന്നതിന് നബാർഡിൻ്റെ, കിഫ്ബിയുടെ എന്നിവരുടെ സാമ്പത്തിക സഹായത്തോടുകൂടി ഈ വർഷം എല്ലാ മലയോര മേഖലയിലെ ഫോറസ്റ്റ് ഡിവിഷനുകളിലും ഓരോ വയനാടിന് ഒരു വർഷം 5 കോടി, ഇടുക്കിക്ക് ഒരു വർഷം 5 കോടി, മറ്റ് ഡിവിഷനുകൾക്ക് 3 കോടി വെച്ച് ഉള്ള ഒരു പ്രവർത്തന പരിപാടി വർക്കുള്ള പണം അനുവദിച്ചിട്ടുണ്ട്. വർക്കിംഗ് പ്ലാൻ തയ്യാറാക്കി ടെൻഡർ നടപടികളിലേക്ക് ചില സ്ഥലങ്ങളിൽ പുരോഗമിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് അത് ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. അത് വിജയിച്ചു വരുന്നതായാണ് കാണുന്നത്. അതുകൊണ്ട്
ജനങ്ങളുടെ ഈ ഉത്കണ്ഠ ഗൗരവത്തിലെടുക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളുടെ സഹായത്തോടുകൂടി സഹകരണത്തോടുകൂടി മാത്രമേ ഇത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയൂ എന്ന ബോധ്യം നല്ലതുപോലെ ഈ സർക്കാരിന് പ്രത്യേകിച്ച് എനിക്കുമുണ്ട്. തീർച്ചയായും മിനിസ്റ്റർ, അത് തന്നെയാണ് ആളുകളും അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾ ഇല്ലാതെ എന്തായാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിലവിൽ മലയോര കർഷകരും ഉള്ളത്. നമ്മോടൊപ്പം ഇപ്പോൾ പാലക്കാട് നിന്നുള്ള ചില കർഷകർ, അവർ പ്രസാദിനൊപ്പം ചില കർഷകർ ഉണ്ട്. അവർ സമാനമായി തന്നെ മിനിസ്റ്ററോടും അവരുടെ ചില പരാതികൾ അറിയിക്കേണ്ടതുണ്ട്. പ്രസാദിലേക്ക്. രുചിഷ്, നമ്മൾ കർഷകരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നുണ്ട്. കാരണം നേരത്തെ മന്ത്രിയുടെ ശ്രദ്ധയിലുള്ളതാണ്. ഇവിടുത്തെ ഫോറസ്റ്റ് വാച്ചർമാർക്ക് പാലക്കാട് 4 മാസമായി അവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. അത് വേഗത്തിൽ കൊടുക്കാമെന്നുള്ള മന്ത്രി പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കർഷകനായ വിനുവിന് അദ്ദേഹത്തിന് എന്താണ് മന്ത്രിയോട് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് ചോദിക്കാം. എന്താണ് നിങ്ങൾക്ക് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്? സാർ നമസ്കാരം. ഞാൻ ഇവിടെ ധോണി മേഖല, പാലക്കാട് ജില്ലയിലെ ധോണി മേഖലയിൽ ഒരു കർഷകനാണ്. ഇവിടെ നിരന്തരം കാട്ടാന ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് 7 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ധോണി മേഖലയിലെ വനയോര മേഖലയിലുള്ള കർഷകരും ഇവിടുത്തെ കുടുംബങ്ങളും ഇരിക്കുന്നത്. ഇതിനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വനം മന്ത്രി എത്രയും പെട്ടെന്ന് കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് മാത്രമല്ല, ഞങ്ങൾക്ക് കൃഷിക്ക് ഞങ്ങൾ ഒരുപാട് തവണ രാത്രി ഫുൾ ടൈം ഇവിടെ കാവല. അവിടെ ആന 1-2 ആണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. 7-8 ആന നിരന്തരം ഇറങ്ങിക്കൊണ്ടിരുന്ന് കർഷകനക്ക് ഉപജീവന മാർഗമായ ഈ നെൽകൃഷി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ധോണി മേഖല പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പരിഹാരങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾക്ക് റെയിൽ ഫെൻസിങ് ആണെങ്കിൽ ഇവിടെ ഫെൻസിങ് എല്ലാ ഭാഗത്തും ഫെൻസിങ് ഉണ്ട്. ഈ ഫെൻസിങ്ങിനെല്ലാം ആന തട്ടിയിട്ടിട്ട് 8 മണി 9 മണിയാകുമ്പോഴേക്കും പുറത്തിറങ്ങണം. ഈ പുറത്തിറങ്ങുന്നതിന് ഒരു അവസ്ഥ ഇല്ലാതാക്കി തരണം. അതുമാത്രമല്ല, ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് സ്കൂളിൽ പോകാനും വെളിയിൽ പോയിട്ട് ഞങ്ങളുടെ ആൾക്കാർ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള സംവിധാനവും ഈ വനമന്ത്രിയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ മങ്ങലേൽപ്പിക്കാതെ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് കർഷകരായി ഞങ്ങൾ പറയാനുള്ളത്. മിനിസ്റ്റർ, പരാതികൾ കേട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും ധോണിയിലെ ആ കർഷക സുഹൃത്ത് പറഞ്ഞ കാര്യത്തിൽ വളരെ മനസ്സോടുകൂടി ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനുള്ള പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ഓർമ്മയിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ 3 വർഷത്തിനിടയിൽ ധോണിയിൽ വലിയൊരു കൊമ്പനാന അവിടെ മരണഭീതി വിതച്ചുകൊണ്ട് സ്വൈര്യവിഹാരം നടത്തുകയായിരുന്നു. ആ കൊമ്പനാനയെ പിടിച്ചുകെട്ടി മറ്റ് വനത്തിലേക്ക് അയക്കുന്ന നടപടി നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ചെയ്ത കാഴ്ച മാധ്യമ സുഹൃത്തുക്കളും പൊതുസമൂഹവും കണ്ടിട്ടുള്ളതാണ്. കർഷകൻ തന്നെ സമ്മതിച്ചത് ഈ പ്രദേശങ്ങളിലെല്ലാം ഹോട്ട്സ്പോട്ടായി കരുതിക്കൊണ്ട് ഫെൻസിങ്ങുകളും പ്രതിരോധ മതിലുകളും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കെട്ടുന്ന ഫെൻസിങ്ങുകളും പ്രതിരോധ വേലികളും എല്ലാം തന്നെ തന്ത്രപരമായ യുക്തിപരമായ പ്രവർത്തനങ്ങളിലൂടെ ആന തകർക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രായോഗികമല്ല, പ്രയോജനകരമല്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് സോളാർ ഹാങ്ങിങ് ഫെൻസിങ്ങുകൾ സ്ഥാപിക്കണമെന്ന തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയത്. ആ പ്രദേശത്ത് അവിടെ 3 ഫോറസ്റ്റ് റേഞ്ച് ഡിവിഷനിൽപ്പെട്ട പ്രദേശങ്ങളിൽ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള ഭരണാനുമതി നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ടെൻഡർ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഹാങ്ങിങ് ഫെൻസിങ്ങുകൾ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളതാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ബോധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് വ്യാപകമായി ഹാങ്ങിങ് ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം നോർത്തേൺ സെൻട്രൽ സർക്കിൾ CCFന് നൽകിയിട്ടുണ്ട്. അടിയന്തരമായും അത് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ബഹുമാനപ്പെട്ട MLA പ്രഭാകരൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. MLAമാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സഹായത്തോടുകൂടി ഈ കാര്യത്തിൽ വളരെ പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകിയതോടുകൂടി ആ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പഞ്ചായത്തുകൾ ആ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്ന പരിമിതിയുമുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ സഹായിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും. വാച്ചർമാർക്ക് പാലക്കാട് ഡിവിഷനിലെ ആ മണ്ണാർക്കാട് റേഞ്ച് ഭാഗത്ത് ഇത് ശമ്പളം കൊടുക്കാൻ ബാക്കിയുണ്ട്.
ആ ശമ്പളം കൊടുക്കാൻ ബാക്കിയുള്ള വാച്ചർമാരുടെ ശമ്പളം കൊടുക്കാനുള്ള ബാക്കി എത്രയാണ് എന്ന് മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്തു തന്നെ ഒരു പ്രത്യേക അനുവാദം ധനവകുപ്പിൽ നിന്നും വനംവകുപ്പിന് കിട്ടുന്നതാണ്. ഉടനെ തന്നെ അത് വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പ്രസാദ്, കേട്ടുവെന്ന് മനസ്സിലാകുന്നു. അതായത് വാച്ചർമാരുടെ കാര്യത്തിൽ ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ നടപടികൾ ഉണ്ടാകും. മറ്റ് കർഷകർ പറഞ്ഞ പരാതികൾക്ക് പരിഹരിക്കുന്നതിനായി ഹാങ് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അത് ടെൻഡർ നടപടികളിലേക്ക് കൂടി പോകും. മറ്റ് കർഷകർക്ക് കൂടി എന്തെങ്കിലും അവരുടെ പരാതികൾ കൂടി. തീർച്ചയായും രുചിഷ്, മറ്റ് കർഷകർ കൂടി ചേരുന്നുണ്ട്. ഇനിയിപ്പം എന്താണ് മന്ത്രിയുടെ അടുത്ത കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്? ഇല്ല, ഞങ്ങൾക്കിവിടെ ഇത്ര ആവശ്യമുള്ളൂ. വന്യമൃഗങ്ങൾ സംരക്ഷിക്കേണ്ടത് വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് വനത്തിനുള്ളിൽ സംരക്ഷിച്ച് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഏത് ഫെൻസിംഗ് ആണോ, ഹാങ്ങിങ് ആണോ, ഇനി റെയിൽ ഫെൻസിംഗ് ആണോ, എന്താണോ എന്നുള്ളത് മന്ത്രി എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു പഠനം നടത്തി ജനങ്ങൾക്കിടയിൽ ഒരു വന്യമൃഗങ്ങൾ ഇറങ്ങാത്ത രീതിയിലൊരു സുരക്ഷിതത്വം ജനങ്ങൾക്ക് തരണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് മിനിസ്റ്ററും നേരത്തെ വിശദീകരിച്ചത്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയാണ്. അതോടൊപ്പം വയനാട്ടിൽ നിന്ന് ഇപ്പോൾ രതീഷ് വാസുദേവനൊപ്പം ആന ഇറങ്ങുന്നുണ്ട്. ഈ ആന ഇറങ്ങുന്നതിന് ഞങ്ങൾ രാത്രി ഫുൾ ടൈം ഇവിടെ സ്ക്വാഡുകളിനെ രൂപീകരിക്കാന്ന് പറയുന്നുണ്ട്. ഇവിടെ വരുന്നത് പാവങ്ങളായ 2 വാച്ചർമാർ, ഒരു ഫോറസ്റ്റുകാർ. ഇവർ ഇവിടെ വന്ന് എത്താത്ത മുന്നേ അടുത്ത് പാലക്കാട് മറ്റേ പാമ്പ് പിടിക്കാൻ പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റേ ആവശ്യങ്ങൾക്കായിട്ട് അവർ അല്ലെങ്കിൽ അരിമണി ഭാഗത്തേക്ക് പോകണം. ഈ 3 പേരിനെ വെച്ചിട്ട് 8 കാട്ടാന 9 കാട്ടാനയുള്ള ഈ വനമേഖലയിൽ ഇവരിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അതും കൂടി ഈ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതുമാത്രമല്ല, ഈ ഫെൻസിങ് എന്നുള്ളത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഫെൻസിങ് ശരിക്ക് ഒരു പ്രായോഗികമല്ലാത്തൊരു ഫെൻസിങ് ആണ്. കാരണം വെച്ചാൽ ഒരു ചുള്ളി കൊമ്പെടുത്താൽ ഒടിഞ്ഞു പോകുന്ന ഫെൻസിങ്ങാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിന് ശാശ്വതമായിട്ട് ജനങ്ങളുടെ ആശങ്ക മാറ്റാനുള്ള ഒരു പരിഹാരമാണ് കാണുന്നത്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് മറ്റേ മന്ത്രീൻ്റെ അടുത്ത് നമ്മൾ പറയുന്നതല്ലാണ്. ഈ മന്ത്രി ഇപ്പോൾ നമ്മൾ ചാനലിലിരുന്ന് മന്ത്രി പറയുന്നു ഞങ്ങൾക്ക് ചെയ്തു തരാം. ഈ ചെയ്തു തരാൻ പറയാൻ തുടങ്ങിയിട്ട് 7-8 വർഷങ്ങളായി. ഈ കാട്ടാന ശല്യം രൂക്ഷമായ ഭാഗത്ത് നല്ല സ്ക്വാഡുകളിനെയും ഫോറസ്റ്റ് വാച്ചർമാരിനെയും ഇട്ട് കാട്ടാന പുറത്തിറങ്ങില്ല. ഇവർ 3 പേരിനെ ഇടും. അവർക്ക് ഞങ്ങളെ ചോദിക്കാൻ പറയുമ്പോൾ ഞങ്ങളുടെ അടുത്ത് സ്റ്റാഫില്ല, വണ്ടിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ അടുത്ത് 2 പടക്കമുണ്ട്, ഞങ്ങൾക്കും ഭാര്യയും മക്കളും കുട്ടികളുണ്ട്. ഇതാണ് അവരുടെ തിരിച്ചുള്ള മറുപടി. ആ ഒരു അവസ്ഥയ്ക്ക് എന്തെങ്കിലും ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടേ തീരൂ. ഇല്ലെങ്കിൽ ജനങ്ങൾ വെഡ്ഡികളാകുന്ന ഒരു അവസ്ഥയിലേക്ക് മന്ത്രി ഒന്ന് ശ്രദ്ധിക്കണം. ജനങ്ങളെ വെഡ്ഡികളാക്കിയിട്ട് പോകരുതുള്ളൂ എന്ന് മാത്രം മന്ത്രിയോട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഈ പിണറായി സർക്കാരിൻ്റെ ഈ വനം മന്ത്രി ശശീന്ദ്രനോടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ചെയ്തു തരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും സുഹൃത്ത് പറഞ്ഞതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങേണ്ട വനംവകുപ്പിലെ സേന ധാരാളം പരിമിതികളുടെ ഇടയിലൂടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത തന്നെയാണ്. അപ്പോൾ സേനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അവർക്ക് ആധുനിക രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകണം. അത് ഈ ഒരു മാസം അത് പരിശോധിച്ച് എത്രത്തോളം ഉപകരണങ്ങൾ അടിയന്തരമായി നൽകാൻ സാധിക്കും അത് നൽകേണ്ടതുണ്ട്. RRTയുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും ധനവകുപ്പിൻ്റെ മുമ്പിലാണുള്ളത്. അത് അടുത്ത് തന്നെ അനുവാദം ലഭിക്കുമെന്നാണ് പറയുന്നത്. RRTയുടെ പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിലാണ് ഉള്ളവർ. അപ്പോൾ അത് മെച്ചപ്പെടുത്തിയാൽ തന്നെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുമെന്നാണ് അനുഭവം തെളിയിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നത്. ശരി മിനിസ്റ്റർ, എന്തായാലും ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ചില കർഷക പ്രതിനിധികൾ കൂടി വരുന്നുണ്ട്. നേരത്തെ വൈത്തിരി, അത് വനംവകുപ്പ് പോലും നേരത്തെ മാതൃകാ പദ്ധതി എന്നൊക്കെ വിശേഷിപ്പിച്ച സ്ഥലം കൂടിയാണ്. കിടങ്ങൊക്കെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കിടങ്ങ് നിർമ്മിച്ച് കാട്ടാനയൊക്കെ തുരത്താനുള്ള ശ്രമം നടത്തിയ വൈത്തിരിയിൽ നിന്ന് തന്നെ അത്തരത്തിൽ ഇടപെട്ട ആളുകൾ നേരിട്ട് മിനിസ്റ്ററോട് അവരുടെ പരാതികൾ കൂടി അറിയിക്കുകയാണ്. രതീഷിലേക്ക്. രുചിഷ്, തീർച്ചയായും ഇപ്പോൾ നമുക്കറിയാം ഈ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് വർഷങ്ങളായ 1800-ലധികം കിലോമീറ്റർ പ്രതിരോധ വേലിയുണ്ട്. അതായത് അത് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് മാത്രം ഇപ്പോൾ 500 കിലോമീറ്റർ മാത്രമേ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ളൂ. ഇതാണ് കാട്ടാനയും വന്യമൃഗങ്ങളും ഉൾപ്പെടെ ജനവാസ മേഖലയിലെല്ലാം പ്രധാന കാരണം. നമുക്കറിയാം വയനാട്ടിൽ വളരെ മാതൃകാപരമായി ഇത്തരം പ്രതിരോധ വേദികൾ ജനകീയ പിന്തുണയോടെ നിർമ്മിച്ച ഒരു പഞ്ചായത്താണ് വൈത്തിരി പഞ്ചായത്ത്. അവിടുത്തെ ജനകീയ പ്രതിരോധ സമിതിയുടെ
സമിതിയുടെ പ്രവർത്തനങ്ങളെ വനംവകുപ്പൊക്കെ ശ്ലാഘിച്ചെങ്കിലും ഈ തുടർ പ്രവർത്തനങ്ങൾക്ക് ഉള്ള പിന്തുണയില്ല എന്നുള്ള ആക്ഷേപം ജനങ്ങൾക്കുണ്ട്. അവിടെയുള്ള ജനകീയ പ്രതിരോധ സമിതിയുടെ പ്രവർത്തകനായ NO ദേവസ്യേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ദേവസ്യേട്ടാ, മന്ത്രിയോട് സംസാരിക്കാം, ഈ വിഷയത്തിലെ നിങ്ങളുടെ ആശങ്കയും മറ്റും പറയാം. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരാളാണ്. പക്ഷേ കേരളത്തിലെ മലയോര മേഖലകളിൽ പാവപ്പെട്ട തൊഴിലാളികളും അതുപോലെ തന്നെ ആദിവാസികളും അതുപോലെ കൃഷിക്കാരും ഇങ്ങനെ അതിദാരുണമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ വനംവകുപ്പ് ഇതിന് കൃത്യമായ ഒരു പരിഹാരവും ഇതേവരെ കണ്ടിട്ടില്ല. വാഗ്ദാനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ വാഗ്ദാനങ്ങൾ കേട്ട് മടുത്തപ്പോഴാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ ജനകീയ പിന്തുണയോടുകൂടി ഒരു ജനകീയ പ്രതിരോധ വേലി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 9 കൊല്ലമായി വേലി ഇടുമെന്ന് വനം വകുപ്പ് പറഞ്ഞതല്ലാതെ 1 കിലോമീറ്റർ പോലും വേലി നിർമ്മിക്കുന്നതിനോ അത് തന്നെ ശാസ്ത്രീയമായി നിർമ്മിച്ചത് പരിചരിച്ച് മുന്നോട്ട് പോകുന്നതിനോ വനം വകുപ്പ് ഒരു താല്പര്യം കാണിക്കത്തില്ല. ഈ കാര്യത്തിൽ വനം വകുപ്പിൻ്റെ നിലപാട് തികച്ചും ജനവിരുദ്ധവും ജനപക്ഷത്ത് നിൽക്കുന്നതുമല്ല. അപ്പോൾ ഈ കൊല്ലപ്പെട്ട ആളുകളെല്ലാം പാവപ്പെട്ടവരും കൃഷിക്കാരോ അല്ലെങ്കിൽ കരയാൻ മാത്രം അറിയുന്ന നിസ്സഹായരായ ആളുകളായതുകൊണ്ടാണ് പൊതുസമൂഹവും ഗവൺമെൻറ്റും വനം വകുപ്പും ഈ കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യാത്തത്. നമുക്ക് ധാരാളം വിദഗ്ധരുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ സംവിധാനങ്ങളെക്കുറിച്ച് തന്നെ ജനങ്ങൾക്ക് ഉള്ള മതിപ്പ് കുറഞ്ഞു വരുന്നു. ആരെങ്കിലും മരിക്കുമ്പോൾ കേവലം 5-10 ലക്ഷം രൂപ കൊടുത്ത് തൽക്കാലം അവരുടെ വേദനകൾ ശമിപ്പിക്കുന്നല്ലാതെ ഈ മരണങ്ങൾ ഒരു പരിഷ്കരണ സമൂഹത്തിന് ചേർന്നതാണോ? ഈ ഇങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടോ? വെറുതെ സാധാരണക്കാരായ ആളുകളെ വന്യമൃഗങ്ങൾ കൊല്ലുന്നു. അത് പലപ്പോഴും കാട്ടിൽ പോയിട്ടില്ല, അവർ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ടാണ് ആനകൾ കൊല്ലുന്നത്. ഇപ്പോൾ എനിക്ക് പോലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ഒരു ഇരകളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളെന്ന നിലയ്ക്കാണ് ഞാനിങ്ങനെ പറയുന്നത്. മറ്റുള്ളവരെല്ലാം പറയുന്നത് അവരെല്ലാം ഇപ്പം എല്ലാ ആളുകൾക്കും കൊച്ചിയിലും അതുപോലെ തന്നെ കോഴിക്കോട്ടിലുള്ള നഗരങ്ങളിൽ പോയി താമസിക്കാൻ പറ്റുമോ? പാവപ്പെട്ട ആളുകളൊക്കെ താമസിക്കുന്നത് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് പാല് വിറ്റിട്ടോ പത്രം വിറ്റിട്ടോ അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്തൊക്കെയാണ് അവർ സാധാരണ ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ അത്ര ആളുകളാണ് ഇതിൻ്റെ ഇരയാകുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ വനം വകുപ്പിൻ്റെ ഗൗരവക്കുറവിന് കാരണമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കുന്നത്. ഈ മരണങ്ങൾ ഈ ദുരിതങ്ങൾ നേരിട്ട് കാണുന്നവരെന്ന നിലയ്ക്കാണ് ഞങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് പണം പിരിച്ച് അവരുടെ കൂടെ സഹായത്തോടു കൂടി ഒരു പ്രതിരോധ വേലി ഉണ്ടാക്കാൻ തയ്യാറായത്. പക്ഷേ സർക്കാർ നിർമ്മിക്കുന്ന വേലികളൊന്നും പരിചരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് പിന്നീട് തിരിഞ്ഞു നോക്കപ്പെടുന്നില്ല. ഉണ്ടാക്കുന്നത് തന്നെ ഒരിക്കലും ഭൂപ്രകൃതിക്ക് ചേർന്നതോ ആ പരിസ്ഥിതിക്ക് ചേർന്നതോ അല്ലെങ്കിൽ ഒരു കാരണവശാലും സാങ്കേതികമായി ഒരു ജ്ഞാനവുമില്ലാത്ത ആളുകൾ ചെയ്യുന്ന ആർക്കെങ്കിലുമൊക്കെ കരാറ് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുടെ കയ്യിലാണ് ഇതൊക്കെ എത്തിപ്പെടുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ പണികൾ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഏറ്റവും ഉദാഹരണമായി ഏറ്റവും ശക്തമായ പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് റെയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധ മാർഗമാണ്. പക്ഷേ സുൽത്താൻ ബത്തേരിയിൽ അതുപോലും ആന മറികടന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ശുഷ്കാന്തി ഇല്ലായ്മയാണ് ഈ കാര്യത്തിൽ വനം വകുപ്പ് കാണിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജനങ്ങൾ പലപ്പോഴും വനം വകുപ്പിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഗൗരവത്തിൽ എടുക്കുന്നില്ല. ഇത് ഈ പാവപ്പെട്ടവരുടെ മരണമായതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുസമൂഹം ഇത് ഗൗരവമായി ചർച്ച ചെയ്യാത്തതെന്നാണ് എന്നെപ്പോലുള്ളവർ വിശ്വസിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും ഇത് പ്രതിരോധ വേദികളുടെ പരിചരണം വളരെ പ്രധാനപ്പെട്ട. ശരി, അതാണ് മിനിസ്റ്റർ അവരുടെ ഒരു പരാതി. അതായത് പലപ്പോഴും വനം വകുപ്പ് നിർമ്മിക്കുന്ന വേലികൾ അല്ലെങ്കിൽ ഈ കിടങ്ങ് നിർമ്മാണം ഒക്കെ സ്വന്തം തീരുമാനത്തിൽ അത് വൈത്തിരി പഞ്ചായത്തിന് നടത്തേണ്ടി വന്നത് പലപ്പോഴും പരാതിപ്പെട്ടിട്ടും അതിൽ നടപടി ഉണ്ടായില്ല എന്നതാണ്. അതോടൊപ്പം വനം വകുപ്പ് ഉണ്ടാക്കുന്ന വേലികൾ പലപ്പോഴും പരിചരിക്കപ്പെടുന്നില്ല എന്നതുകൂടി. ഏറ്റവും ഒടുവിൽ പറഞ്ഞ വേണ്ടത്ര പരിചരണം കിട്ടുന്നില്ല എന്നത് ശരിയായ ഒരു പരാതിയാണ്. അതിന് വൈത്തിരി പഞ്ചായത്ത് തന്നെ നടത്തിയിട്ടുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ അനുകരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പഞ്ചായത്തുകൾ അവരുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി അതുപയോഗിച്ചുകൊണ്ട് വേലികളിൽ പടർന്നു പിടിക്കുന്ന ചെടികളും മറ്റും കളകൾ മാറ്റുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാനുള്ള ഒരു നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. പഞ്ചായത്ത് വകുപ്പുമായി ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. അവരുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്കീമിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാനും ഇത്തരം വേലികൾ സംരക്ഷിക്കാനും അതുവഴി വന്യമൃഗശല്യത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനും കഴിയുമെന്ന് ഉള്ള നിർദ്ദേശം ശരിയായ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഫലപ്രദമായ നടപടികളിലേക്ക് നീങ്ങുക എന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം ന്യായമാണ്. ആ ആവശ്യത്തോടൊപ്പം സർക്കാർ നിൽക്കുന്നതാണ്. ശരി മിനിസ്റ്റർ, അതോടൊപ്പം ഇടുക്കിയിൽ നിന്നുകൂടി, ഇടുക്കിയും ഒരുപാട് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇടുക്കി. കാഞ്ഞിരവേലിയിൽ
കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിര എന്ന സ്ത്രീയുടെ മകൻ ഷിബു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിനും സമാനമായി ഇത്തരം വന്യജീവി ആക്രമണങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. അദ്ദേഹത്തിനും ഈ ഒരു പരാതി അറിയിക്കാനുണ്ട്. അദ്ദേഹത്തിലേക്ക് ഷിബു ചോദിക്കാം. ഷിബു പറയും. സാറേ, ഞാൻ ഈ മരണം സംഭവിച്ചിട്ട് 1 വർഷം ആവാൻ പോവുകയാണ്. അപ്പൊ അതുവരെ ഈ നമുക്ക് പെൻസ്റ്റോക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു, അന്ന് മിനിസ്റ്റർ പറഞ്ഞായിരുന്നു. അത് ചെയ്തിട്ടില്ല. പിന്നെ വഴിവിളക്കുകൾ ഇട്ടിട്ടുണ്ട്, പക്ഷെ ആ വഴിവിളക്കുകളൊന്നും കത്തുന്നില്ല, തെളിയുന്നില്ല നമുക്ക്. അപ്പൊ നിരന്തരമായിട്ട് ആന ഇവിടെ ശല്യം ചെയ്യുന്നുണ്ട്. അതുപോലെ അതെ ഷിബു പറഞ്ഞതുപോലെ ഇടുക്കി ജില്ലയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി കൂടുതൽ ഭീകരമായ വിധത്തിലുള്ള വന്യജീവി ആക്രമണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിൽ ഒരു സ്പെഷ്യൽ പാക്കേജ് എന്നുള്ള നിലയിൽ കൂടുതൽ പണം അനുവദിച്ചതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ചർച്ചകൾ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. ഈ 2-3 ദിവസം മുമ്പ് തന്നെ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അത് മോണിറ്റർ ചെയ്യാൻ പ്രത്യേകമായ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതാണ്. അതിലൂടെ നമുക്ക് ആ പ്രശ്നത്തിന് തൃപ്തികരമായ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള വലിയൊരു നഷ്ടത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്താനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. നമുക്ക് കൂട്ടായി ശ്രമിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. ജനങ്ങളുടെ സഹകരണവും ശ്രദ്ധയും ഉദ്യോഗസ്ഥന്മാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും സർക്കാരിൻ്റെ പങ്കാളിത്തവും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഏത് കാര്യമായാലും ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുക. ആ രൂപത്തിലുള്ള കൂട്ടായ്മക്കുള്ള മുൻകൈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തു വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൽ കൂടി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. വളരെയധികം നന്ദി ശ്രീ AK ശശീന്ദ്രൻ മിനിസ്റ്റർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും ഇത്തരം നടപടികൾ, അത് വനംവകുപ്പ് എടുക്കുന്ന നടപടികൾ വേഗത്തിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും വേലി ഉണ്ടാക്കിയാൽ പോലും അത് പരിചരിക്കുന്ന കാര്യത്തിലും സർക്കാർ ശക്തമായ ഇടപെടൽ കൂടി ഉണ്ടാകണം. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത അടങ്ങാത്ത കരികലി എന്ന ചർച്ചയിൽ വലിയ തരത്തിലുള്ള പരാതികളാണ് കർഷകരുടെ ഭാഗത്തു നിന്നും മലയോര ജനതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ പരാതിക്കൊക്കെ പരിഹാരം ഉടൻ തന്നെ ഉണ്ടാക്കും എന്നാണ് വനംവകുപ്പ് മന്ത്രിയും പറയുന്നത്. എന്തായാലും ഈ കർഷകരുടെ പരാതികളൊക്കെ കൃത്യമാണ് എന്ന ബോധ്യം കൂടി ഉണ്ട് എന്നുകൂടി വനംവകുപ്പ് മന്ത്രി ഈ ചർച്ചയിൽ പറയുകയാണ്.